കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ. അനേക നാളുകൾക്ക് ശേഷമാണ് ഒരു വിപരീത ഉപദേശ ഖണ്ഡനവുമായി ഞാനിപ്പോൾ ലൈവിൽ വരുന്നത്. ഈ വിപരീത ഉപദേശ ഖണ്ഡനം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേൾക്കാതിരുന്നതും കഴിഞ്ഞ ദിവസം മാത്രം പെരുമ്പാവൂരിന് അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു വാത്സല്യ സഹോദരൻ PM എബ്രഹാം അവറുകൾ അദ്ദേഹം ഒരു ലേഖനദ്വാര എഴുതിയിട്ടപ്പോൾ മാത്രം കണ്ടതും വായിച്ചപ്പോൾ അപകടം മനസ്സിലാക്കിയതുമായ ഒരു പുതിയ സഭാ വിഭാഗത്തിന്റെ വിപരീതമായ പഠിപ്പിക്കലുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അവർ പറയുന്ന വിഷയത്തിന്റെ ഒരു വിശദീകരണം വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഏത് ഉപദേശങ്ങളും വിഷയങ്ങളും കേട്ടാലും യാതൊരു അക്ഷരവും പോലും മിണ്ടണ്ട എന്ന് ചിന്തിച്ച് വളരെ മൗനവ്രതം അവലംബിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗേറ്റ് വേ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചാണ് ഇത് എൻ്റെ പിന്നിലുള്ള ചർച്ചാ വിഷയം. അവരെ വിളിച്ചാലും പ്രസംഗിക്കാൻ ഒരു പ്രസംഗത്തിന്റെ പുൾപിറ്റ് കിട്ടിയാൽ മതി. അത് ആര് വിളിച്ചാലും, ജീവിതം ഉള്ളവൻ വിളിച്ചാലും ഇല്ലാത്തവൻ വിളിച്ചാലും, സാക്ഷ്യം ഉള്ളവർ വിളിച്ചാലും സാക്ഷ്യം ഇല്ലാത്തവർ വിളിച്ചാലും, ഉപദേശം ഉള്ളവർ വിളിച്ചാലും ഉപദേശം ഇല്ലാത്തവർ വിളിച്ചാലും എനിക്ക് വിഷയമല്ല, എനിക്ക് ഒരു പുൾപിറ്റ് കിട്ടണം എന്ന് ചിന്തിക്കുന്ന പ്രസംഗകർക്കും ഗായകർക്കും ഇതുപോലെയുള്ള വേദികൾ ഒരു നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ ചർച്ചിന്റെ പേര് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഗേറ്റ് വേ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഗേറ്റ് വേ ചർച്ച് എന്ന് പറഞ്ഞാൽ പടിവാതിൽ സഭ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സഭ എന്തോ സഭയാണെന്ന് എനിക്കറിയാൻ വയ്യ. കോട്ടയത്തിനടുത്ത് വടവാതൂരാണ് പോലും ഇങ്ങനൊരു സഭ സ്ഥാപിതമായിരുന്നത്. അവിടെ ഒരു പക്ഷെങ്കിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഏത് സഭ കൂടിയാലും അവിടെയൊക്കെ അംഗസംഖ്യ പ്രഥമത സാധാരണയായി വർദ്ധിച്ചു വരാറുണ്ട്. തിരുവട്ടാർ R. കൃഷ്ണൻകുട്ടി അവറുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പ്രസംഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം എന്റെ ഓർമ്മയിലേക്ക് വരുന്നു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാനായി വരുമെന്നുള്ള ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 10 കന്യകമാരുടെ ഉപമയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് എതിരെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് ശരിയായ വ്യാഖ്യാനം പറയുമ്പോൾ പറഞ്ഞ ഉദാഹരണമാണ്. ലോകത്തിൽ ഇന്ന് പേര് കണ്ടെത്താനായിട്ട് ഏറ്റവും പ്രയാസപ്പെടുന്ന 2 സംവിധാനങ്ങളാണ്. ഒന്ന് ക്രൈസ്തവ സഭാവിഭാഗങ്ങളും മറ്റേത് സിനിമയും. അപ്പം സിനിമയെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും പരാമർശം ചെയ്തു. വളരെ രസകരമായ പരാമർശമാണ്. വിടരാൻ കൊതിക്കുന്ന പൂവ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരാണ് പൂവ്. 2 വിടരാൻ കൊതിക്കുന്ന പൂവ്, 3 മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, 4 വിരിഞ്ഞ പൂവ്, 5 വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവ്. ഇങ്ങനെ ഒരേ പൂവ് തന്നെ ആ പൂവിനൊക്കെ പല വിശേഷങ്ങൾ നൽകി ഓരോരോ നിലയിലുള്ള വിശേഷം കൂടി ആ പൂവിനെ വർണ്ണിക്കുകയാണ്. അതുപോലെയാണ് ഇന്നത്തെ സഭകളും. 600,000 ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ ഇവരെല്ലാം അവകാശപ്പെടുന്നത് ഞങ്ങളാണ് സ്വർഗത്തോട് ഏറ്റവും വിശ്വസ്ത പുലർത്തി ദൈവത്തോട് ഏറ്റവും പൂർണ്ണത പാലിച്ച് ഞങ്ങൾ ജീവിക്കുന്നവർ എന്നാണ്. എന്നാൽ അത് അങ്ങനെ അല്ലെന്ന് നമ്മൾ സാധാരണയായി പല സഭാവിഭാഗങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ ഇന്നത്തെ ഈ മറുപടി പ്രസംഗം വരുന്നത് ഈ കോട്ടയത്ത് വടവാതൂർ ആസ്ഥാനം ആരംഭിച്ചിരിക്കുന്ന ഗേറ്റ് ചർച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ്. PM എബ്രഹാം ഒരു കൾട്ടീവ് ഗ്രൂപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ആ ഗ്രൂപ്പില് കൾട്ടീവ് ഗ്രൂപ്പാണെന്ന് അറിയാതെ പാട്ടുകാർ പാടാൻ പോകുന്നു, പ്രസംഗകർ പ്രസംഗിക്കാൻ പോകുന്നു, ബൈബിൾ ക്ലാസ് എടുക്കാൻ പോകുന്നു. വാസ്തവത്തിൽ ഇവരാരാണ് എന്ന് മനസ്സിലാക്കുവാൻ അവരെ സംബന്ധിച്ച് ഒരു 13 വ്യത്യസ്തമായ അവരുടെ ഉപദേശ രീതികൾ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഗേറ്റ് വേ ചർച്ചിന്റെ അല്ലെങ്കിൽ ഗേറ്റ് ചർച്ചിന്റെ 13 വിപരീത ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നത് എന്ന് ഈ ലേഖനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇനി ഇങ്ങനെയല്ല ഇവർ പഠിപ്പിക്കുന്നെങ്കിൽ അവർ നേരിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ അവരോട് നമുക്കതിനെക്കുറിച്ച് മറുപടി പറയാം. ഏതായാലും അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളിലെ 13 ഉപദേശങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ 13 ഇപ്പോൾ വചനപ്രകാരം ഞാൻ ഖണ്ഡിക്കാൻ ദൈവസ്ഥലം ആഗ്രഹിക്കുകയാണ്. നമ്പർ 1, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ ഉള്ള വാക്യങ്ങൾ
കർത്താവ് നൽകിയ അന്ത്യനിയോഗം കർത്താവിന്റെ സഭയ്ക്ക് ഉള്ളതല്ല. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ഗേറ്റ് ചർച്ചിന്റെ ദുരുപദേശങ്ങളിൽ ആദ്യത്തെ ഉപദേശമാണ് മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ. അത് കർത്താവിന്റെ അന്ത്യനിയോഗമാണ്. അത് കർത്താവിന്റെ സഭയ്ക്ക് ഉള്ളതല്ല എന്നുള്ള നല്ല കാര്യമാണ്. മത്തായി 28:19-20 കർത്താവ് ഈ വാക്യം പറയുമ്പോൾ സഭ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കണം. മത്തായി 16:18 കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അപ്പോഴും സഭ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. കാരണം സഭ വളരെ വിദൂര ഭാവിയിൽ, സമീപ ഭാവിയിൽ രംഗപ്രവേശം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് കർത്താവ് പറഞ്ഞ പ്രവചനമായിട്ടാണ് ആ വാക്യം ഇരിക്കുന്നത്. മത്തായി 16:18. മത്തായി 18:15 സഭ ഉണ്ടായിക്കഴിഞ്ഞാൽ, സഭയിലെ വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കണം എന്നതിലേക്കുള്ള ഫോർമുല നൽകിയിരിക്കുന്നത്. അന്നും സഭയില്ല. അപ്പൊ ഉണ്ടാകാൻ പോകുന്ന സഭയ്ക്ക് കർത്താവ് നേരത്തെ തന്നെ പ്രവചനപരമായി നൽകുന്ന നിർദ്ദേശങ്ങളാണ് മത്തായി 16:18, 18:15 ഇത്യാദി വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യനിയോഗമാണ്. ആ അന്ത്യനിയോഗത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാലും ചെയ്യുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞ ഈ അന്ത്യനിയോഗം കർത്താവിന്റെ സഭയ്ക്കുള്ളതല്ലെന്നാണ് ഗേറ്റ് ചർച്ചുകാരുടെ പഠിപ്പിക്കൽ. അങ്ങനെയാണെങ്കിൽ അല്ലയോ ഗേറ്റ് ചർച്ചുകാരെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ മത്തായി 28:18 മുതൽ 20 വാക്യങ്ങൾ പിന്നെ ആർക്കുള്ളതാണ്? ആരോട് സംസാരിച്ച? കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞ ഈ കൽപ്പന കർത്താവിന്റെ ശിഷ്യന്മാർ യെരുശലേം തുടങ്ങി ഇലിയോരത്തോക്കോന്റെ ദേശം വരെയുള്ള സ്ഥലങ്ങളിലും അന്നത്തെ സകല പസഫിക് ഏഷ്യൻ പ്രദേശങ്ങളിലും യൂറോപ്പുകളിലും അതിശക്തമായി പ്രസംഗിച്ചതും ആ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവർ ചേർന്ന് വന്നത് കർത്താവിന്റെ സഭയോടുമാണെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് ചർച്ചിന്റെ ഒന്നാമത്തെ ഒരു ദുരുപദേശം തെറ്റി. ഈ നിയോഗം ദൈവസഭയ്ക്ക് തന്നെ ഉള്ള നിയോഗമാണ്. ദൈവസഭയുടെ ശില്പികളാണ് കർത്താവിന്റെ 12 അപ്പോസ്തലന്മാർ. അവരാണ് ദൈവസഭയുടെ ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻ ലേ ചെയ്തത്. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവും രക്ഷിക്കപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ട ഉപദേശത്തിന്റെയും പ്രായോഗികതയുടെ അടിസ്ഥാനം അതിന്റെ ശില്പികൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ നിയോഗം ദൈവസഭയ്ക്കുള്ളതല്ല എന്ന ഗേറ്റ് ചർച്ചിന്റെ ഉപദേശം തികച്ചും വേദ വിപരീതം. 2, സുവിശേഷങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമാണ്. ഗേറ്റ് ചർച്ചിന്റെ 2ാമത്തെ കണ്ടത്തിലാണ് 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ 4 സുവിശേഷങ്ങൾ അത് പഴയ നിയമ പുസ്തകത്തിന്റെ ഭാഗങ്ങളാണ്, പുതിയ നിയമ പുസ്തകത്തിന്റെ ഭാഗങ്ങളല്ലെന്ന്. നല്ല കണ്ടുപിടുത്തമാണ്. പഴയ നിയമ പുസ്തകത്തിന്റെ തിരശ്ശീല വീഴുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകം കൊണ്ടാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം ത്തോടുകൂടി പഴയ നിയമ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പറയാനുള്ള കർത്താവിന്റെ ഒടുവിലത്തെ പ്രവചന ഭാഗങ്ങളും പര്യവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിന്റെ ചരിത്രം സുദീർഘമായ 400 വർഷക്കാലത്തെ ഇടക്കാല അന്ധകാര കാലത്തിലേക്ക് പോവുകയാണ്. യാഗപീഠമില്ലാത്ത, ദേവാലയമില്ലാത്ത, പുരോഹിതന്മാരില്ലാത്ത, യാഗങ്ങളില്ലാത്ത, അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ വഴുതി വീഴുകയാണ്. മലാക്കി തന്നെ തന്റെ പ്രവാചക പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞത്, ഇനി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിങ്ങൾക്ക് വേണ്ടി ഉദിക്കുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു നിലയിലുള്ള രോഗശാന്തിയും ലഭിക്കുകയില്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് അവര് നീതി സൂര്യനായി യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിനായി കാത്തിരുന്നത്. അവ കർത്താവായ യേശു പിന്നെ അങ്ങനെയാണ് BC 7-നും AD 1-നും ഇടയില് യഹൂദിയിലെ ബേത്ലഹേമിൽ നമ്മൾ തിരുവഴുത്തിൽ മുൻകൂട്ടി യെശയ്യാവ്, മീഖ മുതലായ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെ യഹൂദിയിലെ ബേത്ലഹേമിൽ കന്യകയുടെ സ്വതനായി യേശു ക്രിസ്തു ജനിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ചരിത്രത്തെ 4 സുവിശേഷകന്മാർ 4 വീക്ഷണകോണത്തിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള രേഖകളാണ് ഈ 4 സുവിശേഷങ്ങൾ. അത് പഴയ നിയമത്തിന്റെ ഭാഗങ്ങളല്ല, അത് പുതിയ നിയമത്തിന്റെ ഭാഗങ്ങളാണ്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമായ ബുക്കുകളാണ്. അല്ലെങ്കിൽ പുതിയ നിയമത്തെ നമുക്ക് ചരിത്രം, ഉപദേശം, പ്രവചനം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചാണ് പഠിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകങ്ങൾ
സഭയുടെ അടിസ്ഥാനവും. റോമർ തുടങ്ങി യൂദാ വരെയുള്ള 21 ലേഖനങ്ങൾ സഭയ്ക്കുള്ള ഉപദേശങ്ങളും വെളിപ്പാട് പുസ്തകവും സഭയുടെ ഭാവിയും വ്യക്തമായി വർണ്ണിക്കുന്ന പുസ്തകങ്ങളാണ്. അതിലെ 4 സുവിശേഷങ്ങൾ നമ്മളെ ഈ രക്ഷയുടെ സഭയുടെ അടിസ്ഥാനം എന്ന നിലയിൽ അതിനെ കാണുന്നു. പ്രവർത്തന പുസ്തകത്തിൽ സഭയുടെ സമാരംഭവും അതിന്റെ 37 വർഷക്കാലത്തെ പ്രവർത്തന തത്വവും വിവരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 4 സുവിശേഷങ്ങളും പഴയ നിയമത്തിന്റെ ഭാഗങ്ങളല്ല, അത് പുതിയ നിയമത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി മാത്രമല്ല, യസ്രാ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രയേൽ ജാതി യസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ അന്ന് അറേഞ്ച് ചെയ്ത ദൈവനിശ്വസ്തമായ പഴയ നിയമ തിരുവെഴുത്തുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ ആ ലിസ്റ്റുകൾ 39 പുസ്തകങ്ങളിൽ പര്യവസാനിക്കുകയാണ്. അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ. ക്രമം അങ്ങനെയല്ല. ക്രമം വന്നു കഴിയുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളാണ് ഒടുവിലത്തെ ക്രമമായി വരുന്നത്. അതായത് ഹാബേൽ തുടങ്ങി ദേവാലയത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അറക്കപ്പെട്ട സെക്കരിയ പുരോഹിതന്റെ രക്തം വരെ ഞാൻ ഈ തലമുറയോട് ചോദിക്കുന്നു പറയുമ്പോൾ ആ കാര്യം രേഖപ്പെടുത്തുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. യഹൂദന്മാരുടെ എബ്രായ ബൈബിളിൽ അങ്ങനെയാണ് ക്രമം. നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ബൈബിളുകളിൽ ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങളെ പഴയ നിയമ ദൈവനിശ്വസ്ത തിരുവെഴുത്തുകളായി യസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് BC 4-ാം നൂറ്റാണ്ടിൽ തന്നെ അത് സ്ഥിരപ്പെടുത്തിയിരിക്കുക. അതിനോട് ഒരു വചനവും പഴയ നിയമ ഇസ്രായേലിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. അത് പഴയ നിയമ പുസ്തകങ്ങൾ മാത്രമാകുന്നു. പുതിയ നിയമ പുസ്തകങ്ങളുടെ 27 പുസ്തകങ്ങളുടെ ആദ്യത്തെ 4 ലിസ്റ്റിൽ വരുന്ന പുസ്തകങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അത് പഴയ നിയമ സുവിശേഷ ഭാഗങ്ങളല്ല. അതുകൊണ്ട് ഗേറ്റ് ചർച്ചിന്റെ ഈ 2ാം വാദവും അബദ്ധജഡിതം. ഇനി 3ാമത്തെ വാദം, റോമർ മുതൽ ഫിലേമോൻ വരെയുള്ള 13 പുസ്തകങ്ങൾ മാത്രമാണ് സഭയ്ക്കുള്ളത്. റോമർ മുതൽ ഫിലേമോൻ വരെയുള്ള 13 പുസ്തകങ്ങൾ മാത്രമാണ് സഭയ്ക്കുള്ളത്. അല്ല, റോമാലേഖനം തുടങ്ങി യൂദായുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ സഭയ്ക്കുള്ള പുസ്തകങ്ങളാണ്. സഭയ്ക്കുള്ള എല്ലാ ഉപദേശങ്ങളും, ഏതെല്ലാം ഉപദേശങ്ങൾ ദൈവസഭയ്ക്കുണ്ടോ, ദൈവസഭ ഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരിക്കുമോ അത്രയും കാലം സഭയ്ക്കുള്ള എല്ലാ ഉപദേശങ്ങളും ക്രോഡീകരിച്ചിരിക്കുന്നത് റോമർ തുടങ്ങി യൂദാ വരെയുള്ള 21 ലേഖനങ്ങളാണ്. ഈ 13 ലേഖനങ്ങളുടെ കണക്ക് ഗേറ്റ് ചർച്ചിന് എവിടെ നിന്ന് എന്ത് ആധികാരികതയിൽ കിട്ടി, ആര് കൊടുത്തു എന്നുള്ളതിന് അവർ തന്നെ മറുപടി പറയട്ടെ. 4, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടേണ്ട സ്നാനം സഭയ്ക്കുള്ളതല്ല. നല്ല വിചിത്രമായി പഠിപ്പിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മത്തായി 28 നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യെരൂശലേമിൽ പെന്തക്കോസ്ത് ആചരണത്തിന് വേണ്ടി തടിച്ചുകൂടിയ ജനതയുടെ മുമ്പാകെ പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസം പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നുള്ള വിഷയം എത്രയും തെളിവായി അദ്ദേഹം പ്രസംഗിക്കുകയും ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി യജമാന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് ഈ 12 അടുക്കിലേക്ക് വന്നു. അപ്പോൾ പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് നിങ്ങൾ അവന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വിദൂരസ്ഥരായി നമ്മുടെ കർത്താവ് വിളിച്ചു വരുന്ന ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്കിൽ വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000 പേർ അവരോട് ചേർന്നു എന്നാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യ യാമത്തിൽ 120 പേരുള്ള ഒരു സംഘം യെരൂശലേമിലെ മാളിമുറിയിൽ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന്റെ 2-ാം പകുതിയിൽ വായിക്കുമ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ജനത്തിന്റെ അടുത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പരിശുദ്ധാത്മ സ്നാനത്താൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്ന പോലെ യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ പാനം ചെയ്തും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റുമിരിക്കുന്നു. ആ ഏകാത്മ സ്നാനം ഏകാത്മപാനം അത് ചരിത്രപരമായി സംഭവിക്കുകയും കർത്താവിന്റെ സഭ രൂപീകൃതമാകുകയും ചെയ്യും. പ്രവൃത്തികളുടെ പുസ്തകം 2:15 വായിക്കുന്നത്, ആ കാലത്ത് 120 ഒരു സംഘം യെരൂശലേമിൽ കൂടിയിരിക്കുമ്പോഴാണ്. അതേ പുസ്തകത്തിന്റെ 2-ാം അധ്യായം 47-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു വായിക്കുന്നു. അപ്പൊ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിനും 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിനും ഇടയിൽ അരങ്ങേറിയ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ക്രിസ്തുവിന്റെ സഭ രൂപീകൃതമായത്. അങ്ങനെ രൂപീകൃതമായ സഭയിലേക്ക് ചേർക്കപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും
സ്നാനപ്പെട്ടവരും ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ കരുതി പറയാം. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിക്കുകയും ആ പരിശുദ്ധാത്മാനം സ്നാനം സ്വീകരിച്ച ആളുകൾ പ്രതീകാത്മകമായി ഇങ്ങനെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത് കാണിക്കുന്നതിന് ജലസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. പൗത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ 3000 പേർ അന്ന് സ്നാനപ്പെട്ട് പഴയ സഭയോട് ചേർന്ന് നല്ല പറയുന്നത് ദൈവസഭയോട്, കർത്താവിന്റെ സഭയോട് ചേർന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടേണ്ട. സ്നാനം സഭയ്ക്കുള്ളതല്ല, സ്നാനം ക്രൈസ്തവ സഭയ്ക്കുള്ളതാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ്, കർത്താവിന്റെ സഭയുടെ അംഗങ്ങൾക്കുള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ 4ാമത്തെ ദുരുപദേശവും ഇവിടെ ഖണ്ഡിക്കപ്പെടുന്നു. 5, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് യഹൂദന് വേണ്ടി മാത്രമാണ്. ശരിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ കർത്താവായ യേശു വരുന്നത് സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 27, 29, 31, 32, 41 ഇത്യാദി വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുന്നത്. അല്ലാതെ കണ്ടാലും യഹൂദന്മാരുടെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നല്ല. അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ലക്ഷ്യം സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തം എന്നുള്ളതാണ്. അങ്ങനെ അവൻ സർവ്വലോകത്തിനും പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു യോഹന്നാനും സമർത്ഥിക്കുന്നുണ്ട്. അപ്പൊ സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് രക്ഷിക്കപ്പെടുവാനുള്ള പ്രഥമ പരിഗണന ദൈവം നൽകിയത് യഹൂദന്മാർക്കാണ്. താൻ തന്നെ യഹൂദനായിരുന്നു. യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്. സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് ആണ് ഒന്നാമതായി അവിടുന്ന് അവസരം നൽകിയത്. അപ്പോൾ യഹൂദന്മാരെ അവൻ രാജ്യസ്ഥാപനത്തിനായി ക്ഷണിച്ചു. പക്ഷേ അവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ നിരാകരിച്ചു കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ അവർ ദൈവ മക്കളായി തീരുകയും അവർ ദൈവസഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്യും. അപ്പൊ ക്രിസ്തു ഭൂമിയിൽ വന്നത് യഹൂദന് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തം ആയി തീരുവാനാണ്. ഇത് കൊടിയ ദുരുപദേശം ഗേറ്റ് ചർച്ചിന്റേത്. 6ാമത് പറയുന്നത് യേശു ക്രിസ്തു പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലൂടെ രക്ഷ നേടുന്നതിനെ കുറിച്ചാണ്. 6ാമത്തെ ഗേറ്റ് ചർച്ചിന്റെ ഉപദേശമാണ് യേശു ക്രിസ്തു പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതിരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് ക്രിസ്തുവിന് ശേഷവും റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ പറയുന്നു. എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്നും ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ എന്നെ കൊണ്ട് ആ പാപം ചെയ്യുന്നത് ഈ ന്യായപ്രമാണമാകുന്നെന്നും പറയുകയാണ്. ന്യായപ്രമാണം രക്ഷയിലേക്ക് നടന്ന ശിശുപാലകനായിരുന്നുവെന്ന് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ന്യായപ്രമാണത്തെ അനുസരിക്കാൻ യഹൂദന്മാർക്കും കഴിഞ്ഞിട്ടില്ല, അത് കഴിയത്തുമില്ല. ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കർത്താവ് പറഞ്ഞില്ല. ന്യായപ്രമാണത്തിന് വാസ്തവത്തിൽ പ്രഥമത കണ്ടാൽ അതിന് വിപരീതമായി കർത്താവ് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശബത്തിൽ യാതൊരു ജോലിയും ചെയ്യരുത് എന്ന് ന്യായപ്രമാണം പറയുന്നു. എന്നാൽ ശബത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ കതർ പറിച്ചു നിന്നതിനെ പരീക്ഷന്മാർ യേശുവിന്റെ കുറ്റപ്പെടുത്തി. അതുപോലെ ശബത്തിൽ യേശു ഒരുവനെ സൗഖ്യമാക്കിയത് കണ്ട് അവർക്ക് ഇടർച്ചയുണ്ടായി. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ ശബത്തിനായിട്ടല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയായിട്ടത് ഉണ്ടാക്കിയത്. ഞാൻ ശബത്തിനും മീതയാകുന്നു. അവൻ ശബത്തിനും മീതയാകുന്നു. ശബത്ത് ദിവസം ദൈവമല്ലേ ശുദ്ധീകരിച്ചത്. അപ്പൊ അവൻ ശബത്തിനും മീതെ ഉള്ളവനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കിക്കളയുവാനല്ല, അതിനെ നിവർത്തിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിലുള്ള അനുസരണത്തിലൂടെ രക്ഷപ്രാപിപ്പാൻ ആരെയും ഉപദേശമില്ല, മറിച്ച് ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണത്തിലൂടെ രക്ഷ പ്രാപിക്കുവാനുള്ള ഉപദേശമാണ് നൽകിയത്. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിലുള്ള നിവർത്തീകരണത്തിലുള്ള രക്ഷ? കർത്താവായ യേശു ന്യായപ്രമാണം റിക്വർ ചെയ്യുന്ന പാപത്തിനുള്ള എല്ലാ പരിഹാര മാർഗവും യോഗ്യതയോടുകൂടി കർത്താവായ യേശു തന്റെ തിരുശരീരം ക്രൂശിന്മേൽ യാഗമാക്കി സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം വരുത്തി. അങ്ങനെ കാൽവറിലെ ക്രൂശിൽ വെച്ച് ന്യായപ്രമാണം എന്തെല്ലാം കാര്യങ്ങളാണോ പാപത്തിന്റെ പരിഹാരത്തിന് ആവശ്യപ്പെടുന്നത്, അതായത് അതിനുള്ള എല്ലാ നിയമങ്ങളും കർത്താവായ യേശു തന്റെ ജഡശരീരം നിവർത്തിച്ചുകൊണ്ട് സകലതും നിവർത്തിയായി എന്ന് കണ്ടിട്ട് പ്രാണനെ വിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തെ നിവർത്തിച്ച കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീര യാഗത്തിലൂടെ മനുഷ്യന് വേണ്ടി ഒരുക്കിയ പുതുവഴിയായ രക്ഷാമാർഗത്തിലേക്ക് വിശ്വസിക്കാനാണ് ആളുകളോട് പറഞ്ഞത്. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലൂടെ രക്ഷ പ്രസംഗിക്കുവാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ഈ 6ാം ദുരുപദേശവും ഇവിടെ അങ്ങനെ കാണിക്കുന്നു. 7, പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലർ 2 അല്ല,
സഭ ആരംഭിച്ച പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലപ്രവൃത്തി 2-ലല്ല. അതായത് പെന്തക്കോസ്ത് ദിവസം പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ദിവസം പെന്തക്കോസ്ത് ദിവസം അല്ലെന്ന് കണ്ണു തുറന്ന് വേദവസം വായിക്കുക. പെസഹാ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യ പെരുന്നാൾ എന്നിങ്ങനെ 3 പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസം വരുന്ന പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. അതായത് പെസഹാ പെരുന്നാൾ കഴിഞ്ഞ് കൃത്യം 50-ാം ദിവസം ഇസ്രായേൽ മക്കൾ ആഘോഷിക്കുന്ന ഈ പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. അപ്പോൾ പെസഹാ യാഗം കുഞ്ഞാട് അറുക്കപ്പെട്ട ശേഷം കൃത്യം 50-ാം ദിവസം വരുന്ന ലേവ്യ ഉത്സവങ്ങളിലൊന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് കൂടിയത്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ആ ദിവസം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം തന്നെയാണ്. അന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിന് യാതൊരു സംശയമില്ല. വേദവസം വായിക്കുന്ന പൊട്ടക്കണ്ണന് പോലും ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. 8 അപ്പോസ്തല പ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നത് യഹൂദ സഭയോട് ചേർക്കുന്ന കാര്യമാണ്. ഇതിന്റെ വേറെ കാര്യം, യഹൂദ സഭ എന്ന് പറയുന്നത് കേവലം 12 ഗോത്രങ്ങൾ ചേർന്നാണ്. ഈ 12 ഗോത്രങ്ങൾ ചേർന്ന് ഒന്നിച്ചു നിൽക്കുമ്പോഴും ഓരോ ഗോത്രവും അതാതിൻ്റെതായ കൊടിക്കീഴിലായിരുന്നു നിന്നിരുന്നത്. അത് വിഭിന്നമായിരുന്നു. അപ്പൊ ഇവര് 12 കൂടെ ചേർന്ന് ഒരു സഭ എന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു അനുവായ്പ് നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നില്ല. 12 പേരും ഐക്യതയോടെ നിലനിന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അവർ തമ്മിലും പോരാട്ടങ്ങളും യുദ്ധങ്ങളും കൊലയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ ചേർത്ത് ദൈവസഭയെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് പോന്നു എന്ന് പറയുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ ഉണ്ടായിരുന്ന സംഘവും 15-ാം വാക്യത്തിന് ശേഷം ഉണ്ടായ സ്നാനത്താൽ രൂപീകൃതമായ സഭയോട് അത് മുതൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ചേർത്ത് വന്നതുമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഈ കഴിഞ്ഞ 2000 വർഷങ്ങളായി കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ അത് തുറന്നുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഗേറ്റ് ചർച്ചകാരൻ സഭയുണ്ടാക്കി കാശുണ്ടാക്കാനും പൊതുവിൽ ആളുകളെ വഴിതെറ്റിക്കാനും ഇടയാതെ ദൈവവചനം വായിക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു. 9-ാമത്തെ ദുരുപദേശം, പുതിയ നിയമസഭ ആരംഭിച്ചത് പൗലോസിലൂടെയാണ്. പുതിയ നിയമസഭ ആരംഭിച്ചത് പൗലോസിലൂടെയല്ല. പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിരുന്നു. പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ നിന്ന് 1 കൊരിന്ത്യർ 12:13 എത്രയും വ്യക്തമാക്കുന്നു. ഏകാത്മ സ്നാനം നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്. അത് യെരൂശലേമിലെ മാളിമുറിയിൽ കൂടിയിരുന്ന ഈ 120 പേരുടെ സംഘത്തിലാണ് സംഭവിച്ചത്. അവിടെ വെച്ചാണ് സഭ രൂപീകൃതമാകുന്നത്. 120 പേർ മുഖാന്തരമായി അനുഭവിച്ച ആത്മസ്നാനത്താൽ രൂപീകൃതമായ സഭയോട് അന്നേ ദിവസം 3000 പേർ കൂടെ ചേർന്നു. അടുത്ത അധ്യായത്തിൽ വെച്ചപ്പോൾ വിശ്വസിച്ച പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി എന്ന് വായിക്കുന്നു. സഭ അനുനിമിഷം വളർന്നുകൊണ്ട് ഇരുന്നു. അപ്പോൾ ആ പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. ആരംഭകാലത്ത് ഉണ്ടായിരുന്നത് യഹൂദന്മാരായ വിശ്വാസികളാണ്. ആദ്യത്തെ 120 പേര് അടങ്ങിയ സംഘം യഹൂദന്മാർ. പിന്നീട് സ്നാനപ്പെട്ട 3000 പേരും യഹൂദന്മാർ. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ചിതറിപ്പോയ ശിഷ്യന്മാരിൽ ഒരുവൻ ശമരിയ പട്ടണത്തിൽ ചെന്ന് ഫിലിപ്പോസ് അവിടെ ശമരിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത് വരെ യഹൂദന്മാരുടെ ഇടയിലായിരുന്നു സുവിശേഷം പ്രകമ്പനം കൊണ്ടത്. അവരായിരുന്നു രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് ചേർക്കപ്പെട്ടത്. യെരൂശലേമിലെ സഭ 101% യഹൂദ കൺവേർട്ടുകളെ കൊണ്ട് നിറഞ്ഞ സഭ ആയിരുന്നു. പിന്നീട് ജാതികൾക്കും ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നു. അതായത് പത്രോസ് എന്ന് ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് പ്രവൃത്തികളുടെ പുസ്തകം 10:11 സംസാരിക്കുമ്പോൾ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ വിശ്വസിച്ചാറെ പരിശുദ്ധാത്മാവ് വന്ന ഇവരെ സ്നാനപ്പെടുത്താതിരിപ്പാൻ സ്നാനപ്പെടുത്തുന്ന വെള്ളത്തെ വിലക്കുവാൻ ആർക്ക് കഴിഞ്ഞു ചോദിക്കുമ്പോൾ ആദിയിൽ നാം എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ തന്നെ വിശ്വസിച്ചവർ. ആദിയിൽ നാം എപ്രകാരം രക്ഷിക്കപ്പെട്ടോ അപ്രകാരം തന്നെ രക്ഷിക്കപ്പെട്ടു. ആദിയിൽ നാം എപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അപ്രകാരം തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് മാത്രമല്ല പൗലോസ് പറയുന്നുണ്ട്, Now I know that God makes no distinction between the Jew and Gentile. യഹൂദന്മാർക്കും യവന്മാർക്കും മധ്യേ ദൈവം യാതൊരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പത്രോസ് എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ യഹൂദന്റെയും യവനായന്റെയും രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലിമരണത്തിലാണെന്നും വിശ്വസിക്കുന്ന ഏവനും പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നുവെന്നും അവരെല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളായിത്തീരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായിത്തീർന്നാൽ യഹൂദൻ മേലാൽ യഹൂദനോ യവനായൻ മേലാൽ യവനോ അല്ല, അവരിരുവരും ചേർന്ന് ദൈവസഭയുടെ അവയവങ്ങളാണെന്നും പത്രോസും പൗലോസും സ്ഥാപിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷയും യഹൂദന്മാരുടെ ഇടയിലെ
രക്ഷയും. 13 മുതൽ മുമ്പോട്ട് വരുന്ന 28 അധ്യായങ്ങളിൽ ജാതികളുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനവും ജാതികളുടെ രക്ഷയും ആണ് ലൂക്കോസ് എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യഹൂദന്മാർക്ക് രക്ഷയുടെ വാതായനം തുറന്നു കൊടുത്തത് പത്രോസാണ്. ജാതികൾക്ക് രക്ഷയുടെ വാതായനം തുറന്നു കൊടുത്തത് പൗലോസാണ്. അത് പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് രക്ഷയിലേക്കുള്ള പ്രവേശനം യഹൂദന്മാർക്കും യവനന്മാർക്കും തുറന്നു കൊടുക്കുന്നതിന് ഗുണഭോക്താക്കളായി ഭവിച്ച 2 പുരുഷ കേസുകളായിരുന്നു. ഒന്ന് പത്രോസും മറ്റേത് പൗലോസും. രണ്ടുപേരും ഇവരെ കർത്താവിന്റെ സഭയിലേക്കാണ് വഴി കാട്ടിയത്. അപ്പൊ പത്രോസ് വാസ്തവത്തില് പുതിയ സഭ ആരംഭിച്ചത് പൗലോസിലൂടെയല്ല. അത് പുതിയ സഭ ആരംഭിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്മേലാണ് അടിസ്ഥാനമിട്ടത്. അതിന്റെ എല്ലാ പ്രമാണങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് അപ്പോസ്തലന്മാരിൽ കൂടിയാണ്. പൗലോസ് ജാതികൾക്ക് രക്ഷയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്ത ശ്രേഷ്ഠനായ അപ്പോസ്തലൻ ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി 10ാമത്തെ വിപരീത ഉപദേശം. 10ാമത്തെ ഉപദേശം പറയുന്നത് ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസാണ്. എന്റെ സഹോദര എന്തൊരു മണ്ടത്തിലായി പറയുന്നത്. ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസ് അല്ല, ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസി, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന ആളുകൾ കർത്താവിന്റെ ശിഷ്യന്മാർ തന്നെയാണ്. അവർ തന്നെയാണ് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായി തീർന്നത്. ആ ശിഷ്യന്മാർ പരിശുദ്ധാത്മ സ്നാനത്തോടെയാണ് സഭയുടെ അംഗത്വത്തിന് അവകാശമായി തീർന്നത്. അതുവരെ അവര് ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും സഭയുടെ അംഗങ്ങളായിരുന്നില്ല. എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനി എന്ന് പേര് ലഭിച്ചത് അന്ത്യോക്യയിൽ വെച്ചാണ്. കാര്യം അന്ത്യോക്യയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ഐക്യത്തോട് നിൽക്കുന്ന വിശ്വാസികളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാർ വിളിച്ച പേരാണ് ക്രിസ്ത്യൻസ്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളുണ്ടായി. അതുവരെ വിശ്വസിച്ചവരെ ക്രിസ്തു ശിഷ്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് സഭ ആരംഭിച്ചത് ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസ് അല്ല. പൗലോസ് മുമ്പ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി ക്രിസ്ത്യാനികളായി ക്രിസ്തുവിനെ അനുകരിച്ചു. 11ാമത്തെ ദുർദശം പൗലോസ് പ്രസംഗിച്ച സുവിശേഷവും പത്രോസ് യോഹന്നാൻ ഫിലിപ്പോസ് പ്രസംഗിച്ച സുവിശേഷവും വ്യത്യസ്ത സുവിശേഷങ്ങളാണ്. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എന്ത് സുവിശേഷം പ്രസംഗിച്ചോ അതേ സുവിശേഷം തന്നെയാണ് യോഹന്നാനും ഫിലിപ്പോസും അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും പ്രസംഗിച്ചത്. അതായത് യഹൂദന്മാർ അടയാളം രക്ഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗുരുനിൽ പൗലോസ് എന്ന് പറഞ്ഞു. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശില്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകവരയ്ക്കും ഞാൻ ലോകത്തിനായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ പ്രസംഗിച്ചതും അതുതന്നെയാണ്. പത്രോസ് പ്രസംഗിച്ചതും അതുതന്നെയാണ്. ഫിലിപ്പോസ് ശമരിയിൽ പ്രസംഗിച്ചതും അതുതന്നെയാണ്. അതുകൊണ്ട് അവര് പ്രസംഗിച്ച സുവിശേഷം എല്ലാം സുവിശേഷം ഒന്നേ ഉള്ളൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അല്ലാതെ വേറൊരു സുവിശേഷം ഇവരാരും പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ വേറൊരു സുവിശേഷം യെരുശലേമിൽ നിന്ന് യഹൂദ മതാനുസാരികളായ ക്രിസ്തീയ വിശ്വാസികൾ പ്രസംഗിച്ചത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അല്ലോൻ ഇവോഞ്ചലിയോൻ, അതായത് അനദർ ഗോസ്പൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അനദർ ഇൻ ദ സെയിം കൈൻഡ്, ഇതുപോലെ തോന്നിപ്പിക്കുന്ന മറ്റൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആദ്യത്തെ പൗലോസ് പ്രസംഗിച്ച സുവിശേഷവും പത്രോസ് യോഹന്നാനും ഫിലിപ്പോസും തുടങ്ങിയ പ്രസംഗിച്ച സുവിശേഷവും വ്യത്യസ്ത സുവിശേഷങ്ങളല്ല. 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് യെരുശലേമിൽ പ്രസംഗിച്ചതും യോഹന്നാൻ ദേവാലയത്തിൽ പ്രസംഗിച്ചതും ഫിലിപ്പോസ് ശമരിയിൽ പ്രസംഗിച്ചതും പൗലോസ് യെരുശലേം തുടങ്ങി ഇല്ലൂരിയ ത്രക്കോനി ദേശം വരെ പ്രസംഗിച്ചതും അതിനുശേഷം സഭാപിതാക്കന്മാർ പ്രസംഗിച്ചതും കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും കർത്താവിന്റെ വരെ പ്രസംഗിക്കാൻ പോകുന്നതുമായ സുവിശേഷം ഈ ഒരൊറ്റ സുവിശേഷമാണ്. സുവിശേഷം ഒന്നേ ഉള്ളൂ. 12 ഞാൻ എന്റെ സഭയെ പണിയും. മത്തായി 16:18. ഇത് യഹൂദ സഭ പണിയുന്ന കാര്യമാണ്. യഹൂദ സഭ പണിയുന്ന കാര്യമല്ല. ഞാൻ എന്റെ സഭയെ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസ് എന്ന പേരിന്റെ അർത്ഥം പെട്രോസ്, എ പീസ് ഓഫ് റോക്ക് എന്നാണ്. എന്നാൽ ഈ പാറ എന്ന് പറയുന്നത് പെട്രായി കാണിക്കുകയാണ്, ലാർജ് റോക്ക്. അതായത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തു, രക്ഷാമാർഗമായ ക്രിസ്തു, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട രക്ഷാമാർഗമായ പാറ ക്രിസ്തു, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. അപ്പോൾ പറയുമ്പോൾ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പാവിലോത്തിൽ പറഞ്ഞത് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ പണിയപ്പെടാൻ പോകുന്ന ദൈവസഭയെക്കുറിച്ച് ആണ് എന്ന് തികച്ചും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 13ാമത്തെ ദുരുപദേശം ഗേറ്റ് ചർച്ച് വഴിയുള്ള എല്ലാ സഭകളും കൾട്ടുകളാണ്. അതായത് ലോകത്തിലുള്ള ഏക പുതിയ നിയമ മാതൃകയിലുള്ള സതുപദേശം പത്യോപദേശം പഠിപ്പിക്കുന്ന ഏക സഭ ഈ ഗേറ്റ് ചർച്ചാണ്. അത് വാസ്തവത്തില്
ഈ ഈ കണ്ണുപൊട്ടന് തോന്നുന്നത് ലോകത്തിലുള്ള എല്ലാ ആളുകളും തന്നെ പോലെയാണെന്നാണ്. മഞ്ഞപ്പിത്തക്കാരൻ ചിന്തിക്കുന്നത് ലോകത്തിൽ നാം നോക്കുന്നവരെല്ലാവരും മഞ്ഞപ്പിത്തമുള്ളവരാണെന്നാണ്. കൾട്ട് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്വഭാവഭാവത്തിന് പത്യോപദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഓർപ്പിക്കുന്ന വിഷയം, ഈ ഗ്രേറ്റ് ചർച്ച് എന്ന് പറയുന്ന ഈ 12 കഠിനമായ വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന സഭയാണ് ലോകത്തിലെ എല്ലാ സഭകളെക്കാളും ആകെയുള്ള ചർച്ച്. ബാക്കിയുള്ളതെല്ലാം കൽപ്പസഭയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാനസികമായി എന്തെങ്കിലും തകരാറ് ദൈവവചനം മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. വേദപുസ്തകത്തില് എഴുതപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തെ വിവിധങ്ങളായ നിലയിൽ വ്യാഖ്യാനിച്ചതിന്റെ പേരിലാണ് 600,000 സഭാ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഭൂമിയിലുള്ളതിലെ ഏതാണ്ടൊക്കെ ദൈവവചനത്തോട് മമത പുലർത്തുന്ന സഭാ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സഭാ വിഭാഗങ്ങളാണ്. പിന്നെ കൃപാവരങ്ങളിൽ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കിയാൽ പെന്തക്കോസ്ത് സഭകളും, അല്ലാതെ ബാക്കിയുള്ള സഭാ വിഭാഗങ്ങൾ ആ നിലയിൽ നമുക്ക് 100% ദൈവവചന ഉപദേശത്തോട് വിശ്വാസം പുലർത്തുന്ന സഭകൾ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ഉപദേശത്തോട് വിശ്വാസം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന സഭകളും ഉപദേശങ്ങളുടെ പ്രായോഗിക തലം വരുമ്പോൾ അമ്പയെ പരാജയപ്പെടുകയും അവിടെ ഉപദേശത്തെ പ്രായോഗിക തലത്തിലൂടെ കണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. ഗേറ്റ് ചർച്ച് വാസ്തവത്തിൽ ഒരു കൾട്ട് സഭയാണെന്ന് സഹോദരൻ PM എബ്രഹാം എഴുതിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കർത്താവിനെയും അവന്റെ വചനത്തെയും സ്നേഹിക്കുന്നവർ ഇവരോട് അകലം പാലിക്കുന്നത് ഇത് നരകത്തിലേക്കുള്ള ഗേറ്റ് തന്നെയാണെന്നുമാണ് മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ ദുരുപദേശങ്ങൾ പിന്തുടരുന്ന ഈ കൾട്ട് ഒരു അമേരിക്കൻ ഇറക്കുമതിയാണെന്നും PM എബ്രഹാം ബ്രദർ എഴുതി വിടുന്നുണ്ട്. അപ്പൊ വാസ്തവത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് സകല വിപരീത ഉപദേശ സഭകളും ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായി കഴിയുമ്പോൾ അവിടുന്ന് സായിപ്പന്മാർ സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്ത് ചില ഉപദേശിമാരെ അല്ലെങ്കിൽ പാസ്റ്റർമാരെ ലോകത്തിന് നാനാഭാഗങ്ങളിലേക്ക് വിടും. അവർ ഓരോരുത്തരും വന്ന് എല്ലാ അലകും പിടി അല്പാൽപ്പം മാറ്റിയുള്ള പഠിപ്പിക്കലാണ്. അങ്ങനെ പഠിപ്പിച്ച് അതിന്റെ വക്താക്കളായി ഇവിടെ ദുരുപദേശം പ്രചരിപ്പിക്കും. ഈ ദുരുപദേശ പ്രചാരകന്മാരുടെ ലക്ഷ്യം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമോ ദൈവസഭയുടെ അഭിവൃദ്ധിയോ അതുപോലെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയോ ഒന്നുമല്ല, വിശ്വാസികളുടെ നന്മയുമല്ല, തങ്ങളുടെ ധനസമ്പാദനമാണ് അവരുടെ ലക്ഷ്യം. നിരപരാധികളായ ആളുകളെ അവരെന്ത് ചെയ്യുന്നു, ഇതിലേക്ക് വലിച്ചഴിച്ച് ആദരയും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ ഗേറ്റ് ചർച്ചിനെ കുറിച്ച് ഞാൻ നേരിട്ട് എനിക്ക് പരിചയമില്ല. ബ്രദർ PM എബ്രഹാം എഴുതിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശ്വാസ്യമായി അവ കണ്ട് ഈ 12 പോയിന്റുകളെ ഇവിടെ കണ്ണിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആരും ഇതുപോലെയുള്ള ഈ ദുരുപദേശ വിപരീതോപദേശ കൾട്ട് ഗ്രൂപ്പുകൾ ചെന്ന് അകപ്പെട്ടു പോകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 2, ഒരു ആശങ്കയും കൂടെ സഹോദരൻ PM എബ്രഹാം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, അവിടെ ചില ആളുകൾ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ പാടാനോ ഒക്കെ ആയിട്ട് പോകുന്നു എന്ന് പറയുന്നു. വാസ്തവത്തില് എനിക്ക് ഈ യേശുക്രിസ്തു പാടാൻ പോകുന്നു, അല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് പാടാൻ പോകുന്നു, ക്ലാസ് എടുക്കാൻ പോകുന്നു പറഞ്ഞു. ആര് പോകുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഓർപ്പിക്കട്ടെ, ഈ ആത്മീക ലോകത്തെ ആത്മീക ഗാന ശുശ്രൂഷ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. സുവിശേഷത്തിന്റെ അന്തസ്സത്തെ കൈവിടാത്തതും ഉപദേശ വിഷയങ്ങളിൽ വിപരീതവശം പഠിപ്പിക്കാത്തതുമായ ഗ്രൂപ്പുകളിൽ പാടുന്നതിന് തെറ്റൊന്നുമില്ല. എന്നാൽ ഇതുപോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ ആരെങ്കിലും അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ആളുകൾ ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധന ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.